എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില ചേർത്തൊരു വടയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള നീളത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്. അത് നമ്മൾ നന്നായിട്ട് ഇതളാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പതിയെ. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 കരിവേപ്പില അതേമാതിരി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 3/4 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഒരു 100 ഗ്രാമിൽ അധികം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അതൊരു 100 ഗ്രാമിൽ താഴെ ഉണ്ടാവും. രണ്ടും കൂടെ ഒരു 200 ഗ്രാം ഉണ്ടാവും. ഇനി അതിലേക്ക് അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയില, അതായത് ഒരു പിടി മുരിങ്ങയിലയുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങയില ചേർത്തതിന് ശേഷം വെള്ളമൊന്നും തെളിക്കാതെ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുരിങ്ങയിലയും സവോളയും മാവ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് കുഴച്ചെടുക്കണം, സെറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം മാവും സവോളയും എല്ലാം കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഉള്ളിവട ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്. അതിൽ നമ്മൾ മുരിങ്ങയിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലമാവും അരിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുറമേ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അതേ സമയം വെക്കൊന്നും വേണ്ട. അതേ സമയം ഒട്ടും നമ്മളിത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ മാവ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലിടണം, ലോട്ട് മീഡിയം ഫ്ലെയിമിലിടുക. എന്നതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിവടയ്ക്ക് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളു വെന്തിട്ടില്ല, നടുഭാഗം വെന്തിട്ടില്ല എന്നുള്ള പരാതിയൊന്നും ഉണ്ടാവില്ല. അതിലൂടെ എണ്ണയെല്ലാം കയറി നല്ല സെറ്റായിട്ട് വരും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയതിനു ശേഷം ഒന്ന് മറിച്ചിടുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടൈം ഇട്ട ഉള്ളിവട ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോഴേ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമതും ഞാൻ ഇതുപോലെ ഒരു 4 എണ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ കയ്യിൽ അല്പം വെള്ളം തേച്ച് കൊടുത്തതിന് ശേഷം മാവെടുത്ത് പരത്തിയിട്ട് ഒരു ഹോളിട്ട് ഉണ്ടാക്കുക. അപ്പോൾ വൈകുന്നേരം സ്നാക്സിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുരിങ്ങയില ചേർത്ത വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടാമത് 4 എണ്ണം കൂടെ എൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനം ഉള്ളതുകൂടി നമുക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. മൊത്തം ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാമാണ് പൊടികൾ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 മീഡിയം സൈസ് സവാള. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മുരിങ്ങയില വടയാണ്. അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടി നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.